നമസ്കാരം. സൂര്യദേവന് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് മേടമാസത്തിൽ വരുന്ന 10ാം ഉദയം അഥവാ മേടപ്പത്ത്. സൂര്യദേവനുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു ദിവസമാണ് ഇത്. ഈ ദിനത്തിൽ സൂര്യൻ അത്യുച്ച രാശിയിൽ വരുന്നു എന്നാണ് ജ്യോതിഷത്തിലെ സങ്കല്പം. സൂര്യ തേജസ് അതീവ ശക്തിയോടെ പ്രവഹിക്കുന്ന മാസം കൂടിയാണ് മേടം. മേടം രാശി സൂര്യന്റെ ഉച്ചരാശിയുമാണ്. അതിൽ തന്നെ മേടം 10 അത്യുച്ചം. 10ാം നാളിലെ ഉദയം എന്നും പ്രഭയുടെ ആദ്യ ഉദയം, പ്രകാശത്തിന്റെ ആരംഭം, അതായത് സത്യത്തിന്റെയും നന്മയുടെയും ആരംഭം, വിജയം എന്നെല്ലാം വിവക്ഷവുമുണ്ട്. കൃഷി അതുപോലെ മറ്റ് ദീർഘകാല പദ്ധതികൾ എന്നിവ തുടങ്ങുവാൻ ഏറ്റവും ഉത്തമമായ ദിവസം കൂടിയാണ് ഇന്ന്. ഇന്നേ ദിവസം ഭക്തിയോടെ സൂര്യദേവനെ സ്മരിച്ചാൽ രോഗശാന്തി നിങ്ങൾക്ക് ഫലമായി വന്നു ചേരും. ഗ്രഹദോഷങ്ങളുടെ തീവ്രത കുറയ്ക്കുവാനും ഈ ദിവസം സൂര്യദേവനെ പ്രാർത്ഥിക്കാവുന്നതുമാണ്. ഇന്നേ ദിവസം കാണുന്ന ശുഭ സൂചനകളെ കുറിച്ച് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും വീടുകളിൽ കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യം തന്നെയാകുന്നു. ഓം സൂര്യായ നമഃ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നേ ദിവസം ഭഗവാനെ ഒരു നിമിഷം ഏവരും എത്തിക്കുക. ആദ്യത്തെ ലക്ഷണം പല്ലിയുമായി ബന്ധപ്പെട്ടാണ്. ഇന്നേ ദിവസം വിളക്ക് വയ്ക്കുന്നതായ സമയത്ത് പല്ലിയുടെ സാന്നിധ്യം വീടുകളിൽ ഉണ്ടാവുകയാണ് എങ്കിൽ, നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. തുളസിക്കടുത്തായി കാണുകയാണ് എങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തെയും അനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നതാണ്. വരും ദിവസങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാൻ പോകുന്നു, ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. നാഗങ്ങളുമായി ബന്ധപ്പെട്ടും ഇന്നേ ദിവസം പ്രധാനപ്പെട്ടതായ സൂചനകൾ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം നാഗങ്ങളെ നിങ്ങളുടെ വീടിനടുത്ത് കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. പ്രധാന വാതിലിന് നേരെ മഞ്ഞച്ചേര കാണുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. കിഴക്ക് വശത്താണ് കാണുന്നത് എങ്കിൽ അത് ശുഭകരമാകുന്നു. ധനപരമായ നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു. സാമ്പത്തികമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. അതിനാൽ നാഗങ്ങൾ തീർച്ചയായും ഇന്നേ ദിവസം വീടുകളിൽ വരുന്നത് അഥവാ പറമ്പിൽ വരുന്നത് ശുഭകരമാകുന്നു. കാള. ഇന്നേ ദിവസം നിങ്ങൾ കാളയെ കാണുകയാണ് എങ്കിൽ അത് ക്ഷേത്രത്തിലേക്ക് പോകുന്നതായ അവസരത്തിലോ അല്ലെങ്കിൽ പുറമെ വെച്ച് കാണുകയാണ് എങ്കിൽ പോലും ശുഭകരമാണ്. ഐശ്വര്യം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും ശിവാനുഗ്രഹത്താൽ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സൗഭാഗ്യങ്ങൾ നിറയാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഏറ്റവും ശുഭകരമായ ഒരു സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കും. അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾ ഇപ്രകാരം കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. ഇന്നേ ദിവസം പതിവിലും വിപരീതമായി ധാരാളം പൂമ്പാറ്റകൾ, ചിത്രശലഭങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നു എങ്കിൽ അത് ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. ഇനി എന്തു തൊട്ടാലും പൊന്നായി മാറും, അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത്. മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. അതിനാൽ തന്നെ ഇന്നേ ദിവസം ധാരാളം പൂമ്പാറ്റകൾ വരുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം അപ്രതീക്ഷിതമായി കടന്നു വരുന്നതിന്റെ സൂചനയായി പരാമർശിക്കാം. ഉപ്പൻ. ഇന്നേ ദിവസം ഉപ്പനെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതം മറ്റൊരു തരത്തിലേക്ക് മാറാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി കാര്യങ്ങൾ അനുകൂലമായി തീരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. കാക്ക. ഇന്നേ ദിവസം കാക്കയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ കാക്ക വീടുകളിൽ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ
സാമ്പത്തികപരമായ നേട്ടങ്ങൾ, അപ്രതീക്ഷിതമായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. മറ്റൊരു സൂചനയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് സസ്യങ്ങൾക്കിടയിൽ ഇന്നേ ദിവസം കാക്കയെ കാണുന്നു എന്നുള്ളതാണ്. കൂടാതെ കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിലും അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിന്റെ സൂചനയാകുന്നു. മത്സ്യം, ഇന്നേ ദിവസം ജീവനുള്ള മത്സ്യത്തെ പറമ്പിൽ കാണുകയാണ് എങ്കിൽ അത് ശുഭകരമായ സൂചന തന്നെയാകുന്നു. സന്തോഷം, സമാധാനം, സ്ഥാനലബ്ധി, ജോലിയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും ശത്രുക്കളാൽ മറഞ്ഞിരിക്കുന്നതായ പല സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്താൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. മറ്റൊന്ന് കുരുവിയുമായി ബന്ധപ്പെട്ടാണ്. കുരുവിയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ സന്തോഷം വന്ന് നിറയാൻ പോകുന്നു എന്നും സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം പൂച്ചയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് അനുകൂലമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും സന്തോഷകരമായ നിമിഷങ്ങൾ, സന്തോഷ വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ തേടിയെത്താൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. മഞ്ഞക്കിളിയെ കാണുകയാണ് എങ്കിൽ സന്തോഷം ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. തത്ത ഇന്നേ ദിവസം വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾക്കോ ഭാഗ്യം അനുകൂലമാകാൻ പോകുന്നതിൻ്റെയോ സൂചനയായി തന്നെ പരാമർശിക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി പരാമർശിക്കാനായി പോകുന്നത് മറ്റ് ശുഭ ലക്ഷണങ്ങളെ കുറിച്ചാകുന്നു. ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി സന്തോഷ വാർത്തകൾ കേൾക്കുകയാണ് എങ്കിൽ വരാനിരിക്കുന്ന നല്ല കാലത്തെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ഇന്നേ ദിവസം നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ സമ്പൽ സമൃദ്ധിയാണ് ഫലമായി വന്നു ചേരുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ ഇന്നേ ദിവസം തനിയെ നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ, ആരും വിളിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉണരുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും അനുകൂലമായ ഫലങ്ങളുടെ സൂചന തന്നെയാണ്. കൂടാതെ ഈശ്വരാധീനം നിങ്ങളിൽ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ ശുഭകരമായ ഒരു സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മനസ്സിൽ സന്തോഷം നിറയുന്നതായ സാഹചര്യം, എന്തെന്നില്ലാതെ മനസ്സിൽ സന്തോഷം നിറയുന്നതാണ്. ഒന്നിൽ കൂടുതൽ വ്യക്തികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ദീർഘനേരം കൂടുതൽ സ്വർണപ്രഭയോടെ വിളക്ക് തെളിഞ്ഞു നിൽക്കുന്നു എങ്കിൽ അത് വരുന്ന ദിവസങ്ങൾ കൂടുതലായും ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതിൻ്റെ സൂചനയായി തന്നെ പരാമർശിക്കാം. കൂടാതെ ഇന്നേ ദിവസം സമർപ്പിച്ചതായ പുഷ്പങ്ങൾ ദീർഘനേരം വാടാതിരിക്കുന്നതും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. കൂടാതെ ഇന്നേ ദിവസം അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഭഗവത് ചിത്രങ്ങൾ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെയോ മറ്റ് ദേവതയുടെയോ ചിത്രം നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ അതും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം. ഞാൻ ഈ പരാമർശിച്ച എല്ലാ ലക്ഷണങ്ങളിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ, ഈ പരാമർശിച്ച ലക്ഷണങ്ങളിൽ ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നു എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ തന്നെ അർത്ഥമാക്കാം.